അടിപൊളി സൂപ്പർ നൈസ് അല്ലേ. വീണ്ടും ഒന്നുകൂടി 4K കണ്ടിട്ട് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് നമ്മൾ ലയിച്ചിരുന്നു. സത്യം സീരിയസ് ആയിട്ട് പറയുക. നമ്മളിപ്പോ ഒരിക്കൽ കണ്ടവന് വീണ്ടും കാണാൻ തോന്നുന്നു. നമ്മുടെ മൊബൈലിലോ ടി വി കണ്ട ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട തന്നെയാണ്. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും 4K കണ്ടപ്പോൾ അടിപൊളിയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീല്. അത് ലയിച്ചിരുന്നു. ഇത് ടൈം പോയത് പോലും അറിയുന്നില്ല. സീരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തൊരു ഫിലിമായിരുന്നു. അറ്റ്മോസ് സൗണ്ടിലൊക്കെ യൂട്യൂബിലും ടിവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാൽ ഈ പടം തിയേറ്ററിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറയാൻ അടിപൊളിയല്ലേ. അന്ന് ജനിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് എങ്ങനെയുണ്ട് ചേട്ടാ? പറയാൻ എന്താ വാക്കുകളില്ലല്ലോ. അടിപൊളി സൂപ്പർ നൈസ് അല്ലേ. 4K കണ്ട സത്യം പറഞ്ഞാൽ മ്യൂസിക് എന്നുള്ള രീതിയിൽ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ മ്യൂസിക് ആയിരുന്നല്ലോ അതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അത് നമ്മൾ ഈ ഇത്രയും വലിയൊരു സ്ക്രീൻ, അത് ഓടി വണ്ടി തന്നെ ഇരുന്ന് കാണണം. വേറെ ഒരു സ്ക്രീനിൽ ഇരുന്ന് കണ്ടാലും അത്രയും എഫക്ട് കിട്ടും. അത് തന്നെ ഉറപ്പായിട്ടും. കാരണം നമ്മൾ പണ്ട് ഞാനൊക്കെ 8 വയസ്സുള്ളപ്പോൾ ഇറങ്ങിയ പടമാണ്. അതിപ്പോ സ്വീകരിക്കുന്ന അന്ന് ഈ പടം എന്തുകൊണ്ടാണ് ആൾക്കാർ സ്വീകരിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം എന്തായാലും അതെ, അത് ഫാൻസുകാർ കൂടെ ആയിട്ടൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള അടിപൊളിയായിരിക്കും. നൈസ്. വീണ്ടും ഒന്നുകൂടി 4K കണ്ടിട്ട് അത് കൊള്ളാമെന്ന് ചോദിക്കാൻ മ്യൂസിക് അങ്ങനെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അത് നമ്മൾ ലയിച്ചിരുന്നു. സത്യം സീരിയസ് ആയിട്ട് പറയുക. നമ്മളിപ്പോ ഒരിക്കൽ കണ്ടവന് വീണ്ടും കാണാൻ തോന്നുന്നു. നമ്മുടെ മൊബൈലിലോ ടി വി കണ്ട ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട തന്നെയാണ്. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും 4K കണ്ടപ്പോൾ അടിപൊളിയാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീല്. അത് ലയിച്ചിരുന്നു. ഇത് ടൈം പോയത് പോലും അറിയുന്നില്ല. സീരിയസ് ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ നല്ല വിഷ്വലായിരുന്നു. വെയിറ്റ് ചെയ്തൊരു ഫിലിമായിരുന്നു. അപ്പം അതിന്റെ ഇമ്പാക്ട് ഉണ്ട്. തിയേറ്ററിൽ കാണാനുള്ളത് ഗംഭീരം. 4K അറ്റ്മോസ് സൗണ്ടിലൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ പലതവണ യൂട്യൂബിലും ടിവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും തിയേറ്ററിൽ വന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അത് പ്രത്യേകിച്ച് ചില പോർഷൻസ് ഒക്കെ ഭയങ്കര ഫീൽ ചെയ്യും. പിന്നെ വിദ്യാസാഗറിന്റെ മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ. അത് അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിലും ഇപ്പോഴും അത് ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആണ്. എല്ലാവരും വന്ന് കാണണം. നല്ലൊരു ടീം വർക്കാണ്. അവർ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയത് ഭയങ്കര വലിയൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നല്ല വർക്കാണ്. എല്ലാ ടെക്നിക്കൽ വൈസ് നല്ല ഗംഭീരമായിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ കുറച്ച് ട്രിം ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ ഫുൾ വെർഷൻ അല്ല, എന്നാലും ആ പടത്തിനെ ബാധിക്കുന്നില്ല. മൊത്തം എക്സ്പീരിയൻസ് ഗംഭീരമാണ്. നന്നായിട്ടുണ്ട്. ശരി. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. 4K കാണാൻ പറ്റി എന്നുള്ളതല്ല, ഈ പടം തിയേറ്ററിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില സീൻസ് ഒമിറ്റ് ചെയ്തത് നമുക്ക് കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ഡയലോഗ്സ് ഒക്കെ ഒന്ന് മാറിപ്പോയി. ചില സീൻസ് ചില ഒരു കണക്ഷൻ, ഒരു കണ്ടിന്യൂവേഷൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, അത് മാത്രമേ ഉള്ളൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. തിയേറ്ററിൽ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. കൊള്ളാം. എല്ലാവരും പോയി മിസ് ചെയ്ത് കാണാം. ഇത്രേ ഉള്ളൂ. നൈസ് ക്വാളിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട്. കൊള്ളാം. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, കാരണം ഇത് 4K ആക്കിയില്ലെങ്കിലും അത്രയും ക്വാളിറ്റി ഓൾറെഡി ഉള്ള പടമാണ്. കാരണം നമ്മളിപ്പോൾ ഫോണിൽ കാണുമ്പോഴാണെങ്കിലും ആ കാലഘട്ടത്തിൽ അത്രയും ഒരു ഡെഫിനേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പടമാണ്. അത് 4K റീമാസ്റ്റർ ചെയ്തപ്പോഴേക്കും നമുക്ക് ആ ഡോൾബിയൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് കിട്ടുന്നുണ്ട്. മാത്രമല്ല എനിക്ക് പടത്തിനെ കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. കാരണം അത് ആദ്യം കണ്ടപ്പോൾ തന്നെ വൺ ടൈം വണ്ടറായിട്ട് തോന്നിയ പടമാണ്. അയ്യോ, എന്തിനു പറയാ, അടിപൊളിയല്ലേ. ഇത്ര നാക്കേശം കണ്ട വിദ്യാജിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. വിദ്യാസാഗറിന് വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. പിന്നെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമുക്ക് ഓൾറെഡി നമ്മൾ അന്ന് ജനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു വിൻറ്റേജ് ഏട്ടനെയും ആ വിദ്യാസാഗർ മ്യൂസിക്കും എല്ലാം ഈ ഒരു 4K ഇതിൽ കാണാൻ പറ്റിയത് ഒരു വലിയൊരു അനുഭവം. എങ്ങനെയുണ്ട് ചേട്ടാ? പറയാൻ എന്താ വാക്കുകളില്ലല്ലോ. തിയേറ്ററിൽ വന്ന് 4K ചെന്ന് വന്ന് കാണണം. അന്ന് കാണാൻ പറ്റാത്തവർക്ക് ഇപ്പം ഇന്ന് വന്നിരുന്ന് കാണുക. ഞാനൊക്കെ പണ്ട് അജന്തയിൽ കണ്ടതാണ്. എന്നാലും ഒന്നും കൂടെ വന്ന് കണ്ടു. ഇനിയും വേണേൽ ഒന്നും കൂടെ കാണണം.